നല്ല അടിപൊളി ടേസ്റ്റിലൊരു വെജിറ്റേറിയൻ ഐറ്റം നമ്മളെ ചില്ലി ഗോബി ഇട്ടാ പൊറോട്ടയ്ക്കും ഫ്രൈഡ് റൈസിക്കൊക്കെ സൂപ്പർ സാധനമാണ്. വെജിറ്റബിൾ സ്റ്റാറാണ് ഇട്ടാ. എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നോക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒറ്റ ടേബിൾ സ്പൂൺ അരിഞ്ഞെടുത്ത് കേട്ടോ, ചതച്ചതല്ല അരിഞ്ഞെടുത്ത്. അതിലേക്ക് വലിയൊരു ക്യാപ്സിക്കും 2 മീഡിയം സവാളയും ക്യൂബായിട്ട് കട്ട് ചെയ്താണ്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ടായിരിക്കും നമ്മളൊരു 2.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 2 ടേബിൾ സ്പൂണ് സോയാ സോസും ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനായിട്ട് വെള്ളമാണ് ചേർത്ത് കൊടുക്കണം. കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കണം കേട്ടോ. ചൂടുവെള്ളം ചേർക്കുന്നത് നന്നായിരിക്കും. എന്നിട്ടായിരിക്കും നമ്മൾ കോളിഫ്ലവർ പൊരിച്ചത്, അതായത് കാശ്മീരി ചില്ലി, കോൺഫ്ലവർ, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് കുഴച്ചിട്ട് ഒരല്പം നേരം വെച്ചതിന് ശേഷം ഒന്ന് പൊരിച്ചെടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. വേണമെങ്കിൽ സമയത്ത് പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ കൂടുതൽ നേരം വേവാനൊന്നുമില്ല കേട്ടോ. ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാക്കി 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയത് ലാസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ചാണ്ട് ഒഴിച്ചു കൊടുക്കുക. ഇളക്കി യോജിപ്പിക്കുക. സാധനം റെഡി ആയിട്ടാണ്. ഇത് നല്ല ചൂടുള്ള പൊറോട്ട, ഫ്രൈഡ് റൈസ് എല്ലാത്തിനും കൂടെ കഴിക്കട്ടെ, ചപ്പാത്തി എന്തായിക്കോട്ടെ എല്ലാത്തിനും കൂടെ. മേലെ നല്ല സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എള്ളും കൂടെ ആണ്ട് വാരി വതറിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കൂടി സ്പ്രിംഗ് ഓണിയൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ട് ആ പച്ചഭാഗം അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. അടിപൊളി ടേസ്റ്റ് ആവും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.